ഇതുപോലത്തെ ഘട്ടത്തിൽ നിങ്ങൾക്ക് ആർക്കും കൊണ്ടാവും മംഗലായിട്ട് പോയിട്ടും കരിയുന്ന ഇങ്ങനെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ത് പറഞ്ഞെങ്കിൽ ഈദ് ഡേ, അതായത് പെരുന്നാളിൻ്റെ അന്നത്തെ വ്ളോഗാണ്. മാത്രം ഡ്യൂ ടു സം ഇഷ്യൂസ് ഇതും ലേറ്റായിപ്പോയി അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട്. പെരുന്നാളിന് രാത്രി ഉണ്ടായത് നെയ്പ്പത്തലും ചിക്കൻ കറി. എന്നിട്ടായിട്ട് രാവിലെ എണിച്ചിട്ടായിട്ട് അടിച്ച് തോർത്തി പണിയെല്ലാം ഒരുക്കി എന്നിട്ട് നമുക്ക് തക്ബീറെന്നാണ്. അതിന് നേരെ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഞാൻ എപ്പോൾ ആക്കുന്ന പോലെ ജ്യൂസാക്കി. ഉമ്മ കായ് കാച്ചിയ, ഈത്തപ്പഴം കാച്ചിയ, പിന്നെ കേങ്ങ് കാച്ചിയ അതെല്ലാം ആക്കി. എന്നുവെച്ചായിട്ട് നമുക്ക് ഇച്ച പള്ളിയിൽ പോയി. പപ്പ ഓൾറെഡി മുന്നേ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇച്ച പഞ്ഞുകൊണ്ടെല്ലാം നടന്നുകൊണ്ട് പള്ളിക്ക് പോകുന്നുണ്ട്. ശരി, പിന്നെ ഞാൻ അന്നെ നോക്കിയിട്ട് കുറച്ച് സമയം ഇതെല്ലാം ആക്കി. അപ്പോൾ അത് മൂടാൻ കഴിയുന്നുണ്ടായില്ല, മൂടുന്ന ഉൾട്ട് തന്നെ ആവുന്നുണ്ടായി. അങ്ങനെ എല്ലാം ആക്കിയിട്ട് ലാസ്റ്റ് നോക്കുമ്പോൾ പൂച്ചക്കൂട്ടി അലമ്പാക്കുന്നു, മ്യായിക്കൊണ്ട്. അങ്ങനെ അതിനെ പിടിച്ച് തൂക്കി ഗൈസ്. എന്നിട്ട് അതിനെ നിലത്തേക്ക് ഇട്ടു. എന്നിട്ട് നേരെ ജ്യൂസെല്ലാം ഉണ്ടാക്കി. ജ്യൂസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കുളിക്കാൻ പോകുന്നതാണ്. അതിന് തുണിപ്പായെല്ലാം നമ്മ വെക്കുന്ന പോലെ തന്നെ റെഡിയാക്കി വെച്ചിട്ട് എന്നിട്ടായിട്ട് ഷസാന ബാക്കിൽ നോക്കുള്ളൂ. ഗൈസ്, നമ്മൾ എപ്പോൾ ഉണ്ടാക്കുന്നത് ഈ ജ്യൂസ് തന്നെ ഇപ്രാവശ്യം ആക്കിയത് ആ ചെറുപുളീൻ്റെ അത്. എന്നിട്ട് ഓറ് കുളിക്കാൻ പോയി. ഞാൻ എന്താക്കി ഗൈസ്, അന്ന് ഞാൻ കിടന്നിട്ട് ഉറങ്ങിപ്പോയി. പെരുന്ന പോലെ ഉണ്ടായിട്ട് ഞങ്ങൾക്ക്. അങ്ങനെ പപ്പ വന്നിട്ട് ഓരോ ഈദ് മുബാറക്കാക്കി. ഞങ്ങൾ നേരെ ഞാൻ കുളിക്കാൻ പോകുമ്പോൾ കണ്ടിച്ച പെരുന്ന പൈസ തന്നു. പെരുന്ന പൈസ മേൽ നേരെ കുളിച്ചിട്ട് റെഡിയായിട്ട് സെനാണ്ടാട് പോയി. എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ പെരുന്ന? എൻ്റെ പെരുന്ന തുടങ്ങുന്നത്ര അവിടെ ചേച്ചി ഓർമ്മയുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളില്ലാതെ നിന്റെ രാവിലെ ഒക്കെ? ഓൾ കരിപ്പിക്കും. ഇപ്പോൾ ഓളെ കരിഞ്ഞ് വന്നത് കുറച്ച് എൻ്റെ ബ്ലോഗിൽ കരിക്ക്. ഇതുപോലത്തെ ഘട്ടത്തിൽ നിങ്ങൾക്ക് ആർക്കും കൊണ്ടാവും മംഗലായിട്ട് പോയിട്ടും കരിയുന്ന ഇങ്ങനെ ഇതായത് മാതിരി. ഇതാ കരിയുന്ന കുട്ടി. നമുക്ക് ഇപ്പം നമ്മൾ നാലാളുടെ ഒരു ഫ്രെയിം ആയിട്ട് നോക്കൂ. ഡ്രസ്സ് ഇതെല്ലാം കുളിച്ച് നമ്മൾ പിന്നെ കാണുന്നുണ്ട്. എൻ്റെ മുല്ലക്കൂടെ കാണും. ഉമ്മ കുത്തി തന്നു. കിട്ടിയാ അക്ക് തരോ? അങ്കില്ലേ താ, അയ്യ നിറച്ചുണ്ട്. ജ്യൂസ് തന്നു സേനക്ക് പപ്പ പെരുന്നാ പൈസ കൊടുത്തു, എനിക്കില്ല. അപ്പൊ അങ്കില്ലേ പെരുന്നാ പൈസ? എന്ത് ഇല്ല, ഞാൻ ഓർക്കുന്നുണ്ടായ അതറിഞ്ഞാ ഇങ്ങനെ 1000 രൂപ. ഒരച്ഛൻ ഇപ്പോഴാണ് കുട്ടിയുടെ ഡ്രസ്സ് കാണുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? എന്ത് നോക്കുക. നമ്മളവിടെ ബിരിയാണി ചിക്കൻ ഫ്രൈ കച്ചമ്പർ. എന്നിട്ട് പപ്പോ സേന അവിടെ നിന്നിട്ട് കഥ പറയണം. ഇൻസാൻ ഞങ്ങളെ കണ്ണിൽ കഴിഞ്ഞു. നമുക്കൊക്കെ എരിച്ചിൽ വന്നു അതിനെ കഴിഞ്ഞില്ല ഗൈസ്. നമ്മളെ സാരയിന്ന് നല്ല കന്തൂരെല്ലാം ഇട്ടിട്ടുണ്ടായിന്. രാവിലെ കന്തൂര ഇട്ടത് ഫ്രോക്കെല്ലാം ഇട്ടിന് തോന്നുന്നു. എന്നിട്ട് സാരാനെ പോയാലേ അനിപ്പിച്ചിട്ടായിട്ട് നേരെ സെനാൻ്റെ അവിടെ താഴെ കൊണ്ടുപോയി. കുഞ്ഞിന് ഈത്ത കിടന്നിട്ടുണ്ടായി. അങ്ങനെ ഓളെ അണിപ്പിച്ചിട്ട് കുഞ്ഞിനെ താഴെ കൊണ്ടുപോയി. എന്നിട്ട് സെനാട് ഓക്കെ ടാറ്റ ബൈ ആക്കിയിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ചോറ് വേവിച്ചിട്ടായിട്ട് പിന്നെ നേരെ മൂത്തമ്മാൻ്റെ അവിടെ അങ്ങനെ പോയി. എന്നിട്ട് രാത്രി സെന വന്നു. സെനാൻ്റെ അവിടെ നിന്ന് ബൈ ആക്കിയതാ ഉമ്മാൻ്റെ ബിരിയാണി, ചിക്കൻ ഫ്രൈ, കച്ചമ്പർ ആൻഡ് പെപ്സി. ഗൈസ്, ഇതെന്തോ ഒരു ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ സാധനം പോലത്തെ നമുക്ക് ഇഷ്ടമാണ് ബിരിയാണി. എന്നിട്ട് ചോറെല്ലാം വേവിച്ചു. എന്നിട്ട് കുറച്ച് സമയം അവിടെയായിരുന്നു. ഗൈസ്, പെരുന്ന പോലെ ഉണ്ടായിട്ടോ. ലൈക്ക് വലുതായോണ്ടാന്ന് അറിയില്ല, ഒരു വലിയ പണിയുണ്ട്. മാത്രം ഈ പെരുന്നാളിൻ്റെ ഒരു പ്രത്യേകത എന്ത് പറയണമെങ്കിൽ എനിക്ക് കുറേ പെരുന്ന പൈസ കിട്ടിയിരുന്നു ഗൈസ് ഈ പെരുന്നാൾക്ക്. ദാറ്റ് വാസ് മൈ പ്രത്യേകത. എന്നിട്ട് നമ്മൾ നേരെ മാമാൻ്റെ ഇടയിൽ പോയിട്ട് പെരുന്ന കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അൺടിൽ നെക്സ്റ്റ് വീഡിയോ. Bye.